എന്റെ പാപപങ്കിലമാകും ജീവിതം മാറ്റിത്തന്നവനെ, ഈ മരുവാസത്തിൽ താങ്ങും തണലുമായി കൂടെയിരുന്നവനെ. എന്റെ പാപപങ്കിലമാകും ജീവിതം മാറ്റിത്തന്നവനെ, ഈ മരുവാസത്തിൽ താങ്ങും തണലുമായി കൂടെയിരുന്നവനെ. നിന്റെ മാറ്റമില്ല വചനമെന്റെ കാലിനു ദീപമായി, ഏത് കൂരിരുളിലും കൈപിടിച്ചിടും മാറ്റമില്ലാത്തവനെ. അങ്ങെ സ്തുതിക്കുന്ന യേശുവേ, അങ്ങ് മഹത്വവാനല്ലോ. അങ്ങെ സ്തുതിക്കുന്ന യേശുവേ, അങ്ങ് മഹത്വവാനല്ലോ. സ്തുതി സ്തോത്ര ഗീതങ്ങളാലെ അങ്ങേ വാഴ്ത്തിപ്പുകട്ടിടുന്നേ, സ്തുതി സ്തോത്ര ഗീതങ്ങളാലെ അങ്ങേ വാഴ്ത്തിപ്പുകട്ടിടുന്നേ. തന്റെ സ്നേഹസൗരഭ്യമാകും കാന്തയെ ചേർക്കുവാനെന്നു വരും. വാട്ടം മാലിന്യമില്ലാത്ത സുന്ദരിയം സഭ ഒരുങ്ങി നിന്നിടുക. തന്റെ സ്നേഹസൗരഭ്യമാകും കാന്തയെ ചേർക്കുവാനെന്നു വരും. വാട്ടം മാലിന്യമില്ലാത്ത സുന്ദരിയം സഭ ഒരുങ്ങി നിന്നിടുക. അങ്ങേ മാത്രം നോക്കിടും ഈ കരുണപാത്രത്തെ, അങ്ങേ മാത്രം നോക്കിടും ഈ കരുണപാത്രത്തെ. ചേർപ്പാനെത്തുന്ന കാന്തയെ കാണുവാൻ ആർത്തി പൂണ്ടിടുന്നേ, ചേർപ്പാനെത്തുന്ന കാന്തയെ കാണുവാൻ ആർത്തി പൂണ്ടിടുന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിസ്നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, There are many rooms in my father's house. പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. പ്രകാരങ്ങളിൽ വീണ്ടും കടന്നു വരുവാൻ ഞങ്ങളെ ആകർഷിച്ചടുപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഈ തിരുവചന ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 2-ാം തിരുവചനം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 2. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. There are many rooms in my father's house. If this were not true, would I have told you that I am going there? Amen. നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ സ്വർഗത്തിലേക്ക് പോയ കർത്താവിൻ്റെ വാക്കുകൾ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ധൈര്യം പകരുന്നവയാണ്. മരണത്തെക്കുറിച്ച് ഒട്ടും ഭയമില്ലാതെ ജീവിക്കുവാൻ മേലെഴുതിയ വചനം നമുക്ക് പ്രത്യാശ നൽകുന്നു. ഒരു വേട്ടക്കാരൻ ഒരു ദിവസം വനമധ്യത്തിൽ എത്തി. വഴിതെറ്റി വളരെ അലഞ്ഞു. കുതിരപ്പുറത്ത് യാത്ര ചെയ്ത ആ മനുഷ്യൻ എവിടെയോ ഒരു സംഗീതം കേട്ടു. വളരെ മനോഹരമായ പ്രത്യാശ ഉളവാക്കുന്ന ഒരു പാട്ടായിരുന്നു, സംഗീതമായിരുന്നു അത്. ആ ശബ്ദം ലക്ഷ്യമാക്കി ആ വേട്ടക്കാരൻ യാത്ര ചെയ്തു. ഒരു ഗുഹയിൽ നിന്നാണ് ആ സംഗീതം കേൾക്കുന്നത്. അദ്ദേഹം കുതിരയെ നിർത്തി ഗുഹയുടെ മുന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, പാട്ടുപാടുന്ന ആൾ പുറത്തേക്ക് വരൂ, ഞാൻ നിങ്ങളെ ഒന്ന് കാണട്ടെ. ഗുഹയിൽ നിന്ന് ഇങ്ങനെ മറുപടി വന്നു, വേണ്ട, ഞാൻ വരില്ല. കാരണം ഞാനൊരു കുഷ്ഠരോഗിയാണ്, വിരൂപനാണ്, മരണാസന്നനാണ്. എന്നെ കണ്ടാൽ നിങ്ങൾ ഭയന്നു പോകും. അപ്പോൾ വേട്ടക്കാരൻ ചോദിച്ചു, ഈ മരണാസനായ ഒരു മനുഷ്യന് ഇത്രയും സുന്ദരമായി പാടുവാൻ കഴിയുമോ? അയാൾ പറഞ്ഞു, അതെ, ഞാൻ സന്തോഷം കൊണ്ടും മതിമറന്ന് പാടുകയാണ്. എൻ്റെ ഈ മൺകുടാരം പൊളിഞ്ഞ് ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. വേദനയുള്ള വ്രണമുള്ള എൻ്റെ ശരീരം ഇവിടെ വിട്ടിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പറന്നുയരും. ആ സന്തോഷത്താലാണ് ഞാൻ മതിമറന്ന് പാടുന്നത്. എന്തൊരു പ്രത്യാശ, എന്തൊരനുഭവം! ഈ അനുഭവവും പ്രത്യാശയും പൗലോസ് അപ്പോസ്തലനുണ്ടായിരുന്നു. അതുകൊണ്ട് കൊറിന്ത്യ ലേഖനത്തിൽ വിശുദ്ധൻ ഇപ്രകാരം എഴുതി, 2 കൊറിന്ത്യർ 5:1. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. കർത്താവുമായിട്ട് ഹൃദയബന്ധമുള്ള ഒരു വിശുദ്ധൻ്റെ ഹൃദയ നിശ്ചയമാണ് വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അവിടെ ഉണ്ടെന്നല്ല,
ആ വചനം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ മാത്രം അനുധാവനം ചെയ്യുന്നവൻ്റെ പ്രത്യാശയാണിത്. നമ്മളിതെല്ലാം വിട്ടു പിരിയേണ്ടവരാണ്. നമ്മൾ വിട്ടു പിരിഞ്ഞു പോകും, ഉപേക്ഷിച്ച് പോകേണ്ടവരാണ്. എന്നാൽ ഈ ഭൂമിയിൽ എത്ര മനോഹരമായ വിലപിടിപ്പുള്ള ഭവനം പണിതാലും അതൊക്കെ ഒരു സമയത്ത് വിട്ടിട്ട് പോകേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ പണിത് താമസിക്കുന്ന വീടിനേക്കാൾ മനോഹരമായൊരു ഭവനം കർത്താവ് നമുക്ക് പണിത് വെച്ചിട്ടുണ്ട്, ഉണ്ടെന്ന് അറിയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ ഉറപ്പാണ്. ഈ ഉറപ്പുള്ളവന് മാത്രമേ അക്കരെ കടക്കാൻ പറ്റുകയുള്ളൂ. ഈ പ്രത്യാശയോടെ വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഫിലിപ്പിയർ 1:21, ഫിലിപ്പിയൻസ് 1:21, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനവും നമ്മളുടെ ജനനവും തമ്മിൽ വ്യത്യാസം. കർത്താവ് ജനിച്ചത് മരിക്കാൻ വേണ്ടി, നമ്മൾ ജനിക്കുന്നത് ജീവിക്കാൻ വേണ്ടി. സ്തോത്രം. കർത്താവ് വന്നത് നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ വിളക്കി ചേർക്കാൻ. അതിനെന്താ ചെയ്തത്? ക്രൂശിലെ മരണം, പിശാചിൻ്റെ കെട്ടുകളെ അഴിപ്പാനാണ് കർത്താവ് മരിച്ചത്. ആ മരണത്തോടുകൂടി എന്നേക്കുമായുള്ള ബലിയർപ്പണം കഴിഞ്ഞു. ഇനിയൊരു ബലിയർപ്പണമില്ല. ദൈവവചനത്തിൻ്റെ സത്യമറിയാത്തവൻ ഇപ്പോഴും ബലിയർപ്പിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് എന്താ ചെയ്തത്? മരണത്തെ ജയോത്സവമാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് യേശു. കഷ്ടപ്പാടുകളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മുടെ അരുമനാഥൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത് എന്നും ആനന്ദമല്ലേ? ആ നല്ല നാൾ എത്രയും വേഗം സമാഗതമാകും. ഒരുക്കത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കാം. വെളിപ്പാട് പുസ്തകം 21:2-5 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളെ പ്രത്യാശയോടെ ഉറപ്പിച്ച് നടത്തുന്ന വചനഭാഗമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. സ്തോത്രം. കർത്താവിൻ്റെ എന്നേക്കുമുള്ള യാഗത്തോടുകൂടി നമുക്ക് തുറന്നു വന്ന നിത്യ സൗഭാഗ്യമാണ് വെളിപ്പാട് 21:2-5 വരെയുള്ള വചനഭാഗം. സ്തോത്രം. അപ്പം അതുകൊണ്ട് ഇനി സ്വർഗത്തിൽ പോകാൻ, നിത്യത പങ്കുവയ്ക്കാൻ, നിത്യത നേടുവാൻ ഭൂമിയിൽ ഒരു സർക്കസിൻ്റെ ആവശ്യമില്ല, ആരുടെയും മധ്യസ്ഥയും ആവശ്യമില്ല. ഏക മധ്യസ്ഥനേശു ക്രിസ്തു നമുക്കായി സകലതും കാൽവരിയിൽ നേടിത്തന്നു. നമ്മളെ എന്നേക്കുമായി പൂർണ്ണരാക്കി. പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ടോടാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തിനായി, വിടുതലിനായി സ്തോത്രം ചെയ്യും. അവിടെ ഞങ്ങൾക്കായി നിത്യഭവനം ഒരുക്കിയിരിക്കുക, നന്ദി പറയുന്നു. ആ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ, ഭൂമിയിൽ ശേഷിക്കുന്ന ജീവിതം സന്തോഷത്തോടെ തികയ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സൗഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇനിയും അനേകർ അവിടുത്തെ തിരുവചനത്തിൻ്റെ നിത്യമായ സത്യം അറിയുവാനും അവിടുന്ന് നൽകിയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ഉണ്ടല്ലോ കർത്താവേ. അവിടുത്തെ ആ സ്വാതന്ത്ര്യം അവരനുഭവിക്കുവാൻ അവരെ അവകാശമായി ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുമതം കെട്ടിയിരിക്കുന്ന ബന്ധനം അഴിഞ്ഞു. ഹല്ലേലൂയ. ക്രിസ്തു മാർഗത്തിലേക്ക് മക്കൾ കടന്നു വരുവാൻ, മനുഷ്യഭയമാകുന്ന കെണിയിൽ നിന്നും വിടുതൽ പ്രാപിക്കട്ടെ. അവിടുന്ന് പ്രകാരം ഞങ്ങളുടെ ആ ബന്ധനം അഴിച്ച് വിടുവിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേക അനുഗ്രഹം പ്രാപിക്കുവാൻ കൃപ ചെയ്യണം. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ തോട്ടങ്ങൾ, ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകൾ, ഞങ്ങളുടെ ഓഫീസിനെ അവിടെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യും. ചോദിക്കുന്നത് നനയ്ക്കുന്നത് തിന്തം പരമാണ്. ഞങ്ങളെ അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പ അവിടുത്തെ എല്ലാ സ്വർഗീയ നന്മകൾക്കായി, കൃപാവരങ്ങൾക്കായി, ഭൗതിക നന്മകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ, കുഞ്ഞുങ്ങളെല്ലാം വെക്കേഷൻ്റെ തിരക്കിലാണല്ലോ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ അങ്ങേ അറിഞ്ഞ് അവിടുത്തെ തിരുവചന രാവുകൾ ധ്യാനിക്കുന്ന വിശുദ്ധ തലമുറകളായി ജീവിക്കുവാൻ അവരെ സഹായിക്കണം.
ലോകം ഒരുക്കുന്ന സകല ചതിയിൽ നിന്നും കെണിയിൽ നിന്നും മക്കൾ വിടുതൽ പ്രാപിച്ച് അവരനുഗ്രഹിക്കപ്പെട്ട മക്കളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നു മരിക്കുന്നതിനായി നന്ദി പറയും. ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ അറിഞ്ഞ് തക്ക സമയത്ത് ഞങ്ങളെ മാനിക്കുന്ന ദൈവമേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ചെറും കീഴിൽ അവരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ദൂരസഞ്ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശ്വാസികളെ എല്ലാവരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിൽ പ്രത്യാശയോടെ നടന്നെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടെ നിറഞ്ഞ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന യാചനം കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ ശാപം നീക്കുവാൻ കാൽവരിയിലെ യാഗമായത് നിത്യസ്നേഹത്താൽ എന്നെയും വീണ്ടെടുത്തേശുവെ സ്തുതിച്ചിടുന്നേ ഞാൻ. എന്റെ ശാപം നീക്കുവാൻ കാൽവരിയിലെ യാഗമായത് നിത്യസ്നേഹത്താൽ എന്നെയും വീണ്ടെടുത്തേശുവെ സ്തുതിച്ചിടുന്നേ ഞാൻ. മേഘ വന്നിടം യേശുനാഥനേ, മേഘ വന്നിടം യേശുനാഥനേ, കാത്തു കാത്തിടും വിശുദ്ധരൊന്നിച്ചും നിത്യമായി ആരാധിക്കാം. കാത്തു കാത്തിടും വിശുദ്ധരൊന്നിച്ചും നിത്യമായി ആരാധിക്കാം. എന്റെ പാപപങ്കിലമാകും ജീവിതം മാറ്റി തന്നവനെ, ഈ മരുവാസത്തിൽ താങ്ങും തണലുമായി കൂടെയിരുന്നവനെ. എന്റെ പാപപങ്കിലമാകും ജീവിതം മാറ്റി തന്നവനെ, ഈ മരുവാസത്തിൽ താങ്ങും തണലുമായി കൂടെയിരുന്നവനെ. നിന്റെ മാറ്റമില്ല വചനമെന്റെ കാലിനു ദീപമാ, ഏത് കൂരിരുളിലും കൈപിടിച്ചിടും മാറ്റമില്ലാത്തവനെ. അങ്ങെ സ്തുതിക്കുന്ന യേശുവേ, അങ്ങു മഹത്വവാനല്ലോ. അങ്ങെ സ്തുതിക്കുന്ന യേശുവേ, അങ്ങു മഹത്വവാനല്ലോ. സ്തുതി സ്തോത്രഗീതങ്ങളാലെ അങ്ങേ വാട്ടിപ്പുകട്ടിടുന്നേ, സ്തുതി സ്തോത്രഗീതങ്ങളാലെ അങ്ങേ വാട്ടിപ്പുക